അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. തട്ടാൻ സർവീസ് സൊസൈറ്റിയുടെ പട്ടാമ്പി യൂണിറ്റിന്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. തട്ടാൻ സർവീസ് സൊസൈറ്റി പട്ടാമ്പി യൂണിറ്റിന്റെ 20ാമത് വാർഷികവും കുടുംബസംഗമവുമാണ് പട്ടാമ്പി ചേംബർ ഹൗസിൽ വെച്ച് നടത്തിയത്. സ്വാഗത സംഘം ചെയർമാൻ എ വി രാജന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാസുദേവൻ പാണ്ടിക്കാട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇന്നേ വരെ TSSന്റെ പ്രവർത്തനത്തിൽ യാതൊരുവിധ വിള്ളലും ഏൽപ്പിക്കാതിരുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. കാരണം നമ്മളൊരു കാര്യം വന്നാൽ അത് പരസ്പരം ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ കമ്മിറ്റികളിൽ അവതരിപ്പിക്കാതെ ഒരു തീരുമാനവും എടുക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന്റെ ബാക്കിയായിട്ട് പറയുന്നു, പാലക്കാട് ജ്വല്ലറിയുടെ പരാമർശം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ പോലെ തന്നെ ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന, ഞാൻ ഈ സംഘടനയുടെ പേരും ജ്വല്ലറിയുടെ പേരും ഒക്കെ പറയാത്തത് മനഃപൂർവ്വമാണ്. കാരണം ഈ സംഘടനകൾക്കും അല്ലെങ്കിൽ മറ്റുള്ള ആ ജ്വല്ലറിക്കും പരസ്യം ഉണ്ടായി കൊടുക്കലല്ല നമ്മളെ പണി. നമ്മളൊരിക്കലും അത്തരം അവരെ ബൂസ്റ്റ് ചെയ്യലല്ല നമ്മുടെ പണി. നമുക്ക് തട്ടാൻ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമാണ് ആ ജ്വല്ലറിയുടെ പേര് പറയാത്തത്. അപ്പോൾ ആ പരാമർശത്തിൽ നമ്മളെ ഒരു സഹോദര സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സമുദായത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആ സംഘടന തട്ടാൻ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തകർ പണം പിടുങ്ങാനാണ് ഇതിൽ നടക്കുന്നത് എന്ന് വരെ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതിനെ നമ്മൾ ഒരു സംഘടനയുടെ വിമർശിച്ചതിന് നമ്മൾ സംഘടനാപരമായിട്ട് തന്നെ നേരിടുകയും ഏകദേശം 2 ഫോർവേഡ് കൂടി അയാളെ നിശബ്ദനാക്കാനും നമുക്ക് സാധിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AK രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി K ഷാജു പഠനോപകരണ വിതരണവും MP പ്രമോദ് കലാപരിപാടികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. സമുദായ അംഗമായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ, യൂണിറ്റ് പ്രസിഡന്റ് KC സുരേഷ് ബാബു, സെക്രട്ടറി TN രാജൻ, ട്രഷറർ K ഷൈജു, ജനറൽ കൺവീനർ C ജയപ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.